നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. വിച്ച് ഈസ് സം ഓഫ് ഡിജിറ്റ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്, പാലിൻഡ്രോം ഓർ നോട്ട്. അതായത് given a number and return true if the digit sum or sum of digits of n is palindrome number, otherwise false. A palindrome number is a number that stays the same when reversed. അതായത് ഔട്ട്പുട്ട് n തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വിച്ച് ഈസ് n, ഔട്ട്പുട്ട് n എന്ന് പറയുന്നത് 56 ആണ്. ഔട്ട്പുട്ട് ട്രൂ ആണ്. അതായത് ദ ഡിജിറ്റ് ഓഫ് 56 ഈസ് ഡിജിറ്റ് ഓഫ് 56 എന്ന് പറയുന്നത് എത്രയാണ്? 5 + 5 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞാൽ 11. അപ്പം ഇതിന്റെ സം എന്ന് പറയുന്നത് പാലിൻഡ്രോം ആണ്. ഇതിങ്ങനെയായിരുന്നെങ്കിൽ പാലിൻഡ്രോം അല്ല, പാലിൻഡ്രോം സിമ്പിളാണ്. നമുക്ക് നോക്കാം. അതായത് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 56 ആണ്. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 56 ആണ്. ഞാനിത് ഫോർ ഡിജിറ്റ് in a string of n. സ്ട്രിങ് ഓഫ് 56 ആകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യമേ ഞാനിവിടെ ഒരു സം എന്ന് പറയുന്നത് സം ഈസ് ഈക്വൽ ടു 0. സം എന്ന് പറയുന്നത് 0. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? സം ഈസ് ഈക്വൽ ടു എന്നിട്ട് എന്ത് ചെയ്യണം? സം എന്ന് പറയുന്നത് എന്താ? എൻ്റെ ഡിജിറ്റ്. സം എന്ന് പറയുന്നത് ഇൻഡ് ഓഫ് ഡിജിറ്റ് പ്ലസ് ഇൻഡ് ഓഫ് ഡിജിറ്റ് പ്ലസ് ഇൻഡ് ഓഫ് n. ഓൾറെഡി n എന്നാണ്. അതായത് ഇങ്ങനെയാണ്. അതായത് എൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ 56 ആണെങ്കിൽ ഫോർ ഡിജിറ്റ് ഇൻ str of n, ഫോർ ഇൻഡ് ഓഫ് സ്ട്രിങ് n ആണ്. ഡിജിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നില്ല, നമ്മൾ മാറ്റാം. ഡിജിറ്റ് 0 ആണ് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇതിൽ ഇൻഡ് ഓഫ് ഡിജിറ്റ് പ്ലസ് ഇൻഡ് ഓഫ് n. ഇൻഡ് ഓഫ് ഡിജിറ്റ് പ്ലസ് ഇൻഡ് ഓഫ് n അങ്ങനെ കൂടി പോകുന്നു. എന്നിട്ട് പാലിൻഡ്രോം ആണെന്ന് നമ്മളെങ്ങനെയായിരുന്നു കാണുന്നത്? അതായത് പാലിൻഡ്രോം ആണെന്ന് എങ്ങനെയായിരുന്നു കാണുന്നത്? നമ്മളൊരു റിവേഴ്സ് ഓഫ് നമ്പർ കിട്ടി. എന്നിട്ട് നമ്മൾ നോക്കാണ്, ഇത് ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഈ സം എന്ന് പറയുന്നത് എന്താ? str ആണല്ലേ. str of sum is equal to sum of -1. ഞാനൊരു കൺസെപ്റ്റ് എഴുതാണ്. ഇവിടെ സിൻടാക്സും കീവേഡ്സും കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. റിട്ടേൺ ട്രൂ else അപ്പം ഇതിൽ തെറ്റുണ്ട്. എന്തൊക്കെയാണ് തെറ്റെന്ന് വെച്ചാൽ സം ഇപ്പം ആദ്യം 0 ആണ്. 4 ഡിജിറ്റ് ഇൻ 5. സം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അതായത് ഇതെന്ന് പറഞ്ഞാൽ -1. ഇത് എന്ത് തെറ്റാണ്? സ്റ്റാർട്ടിങ്, സ്റ്റോപ്പിംഗ് ആൻഡ് -1. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 4
4-digit string of I. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സമ്മ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാന്നറിയാമോ? ഇത് തന്നെ ലൈൻ സമ്മ് ചെയ്യിപ്പിക്കാം. കാരണം ഇപ്പോൾ ഇത് ഡിജിറ്റ് എന്ന് പറയുന്ന ഓരോ ഡിജിറ്റ് ആവില്ല, അപ്പം അങ്ങനെ ചെയ്യിപ്പിക്കാം. അതായത് ഡിജിറ്റിന്റെ സമ്മ് എന്ന് പറയുന്നത് സം ഓഫ്, ഇപ്പം ഇതിപ്പോൾ ഓരോന്നോരോന്ന് വന്നില്ലേ, ഇങ്ങനെ ചെയ്താലും കറക്റ്റാണ്. എന്നിട്ട് അതായത് ഡിജിറ്റ് ഓഫ് സം എന്ന് പറഞ്ഞാൽ 4 ഡിജിറ്റ് STRF. ഇപ്പം നമ്മളൊരു കോഡ് പഠിച്ചു, സം ഓഫ് എന്തിന്റെ സമ്മാണ്? ഇൻഡ് ഓഫ് ഡിജിറ്റിന്റെ സം 4. അതിൽ എത്ര 4? പിന്നെ ചെക്കിങ്ങിൽ നമുക്ക് ഒറ്റ ലൈനിൽ ചെക്കിങ് ചെയ്യാം. ദാറ്റ് ഈസ് ഇങ്ങനെ. ഇപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഡിജിറ്റ് ഓഫ് സം എന്ന് പറഞ്ഞാൽ താങ്ക് യു.